പ്രകാശമായി പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം, ഖുർആൻ, സുന്നത്ത്, അതിലെല്ലാം അടങ്ങിയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മാർഗദർശനമാണ്, ഹുദൻ, സന്മാർഗമാണ്. ഒരാൾക്ക് ശരിയായ വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണല്ലോ. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വഴി അറിയില്ലെങ്കിൽ വെപ്രാളമാണ്, പരിഭ്രമമാണ്. എന്നാൽ കൃത്യമായ വഴി അറിയാമെങ്കിൽ ആ വെപ്രാളമില്ല. സന്മാർഗം എന്നും സമാധാനമാണ്. വഴി അറിയാതിരിക്കുക എന്നത് പരിഭ്രമമാണ്. രണ്ടാമത്തത് റഹ്മത്താണ്, കാരുണ്യമാണ്. മൂന്നാമത്തത് ശിഫയാണ്, ശമനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 58 പറയുന്നത്, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അയ്യുഹൻ നാസ്, മനുഷ്യരെ, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു ഉപദേശം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുതിർന്ന ഒരാളുടെ ഉപദേശം എത്രമാത്രം വിലപ്പെട്ടതാണ്. എല്ലാം അറിയാവുന്ന ഒരാളുടെ ഉപദേശം എത്രമാത്രം വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഉപദേശം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നു, സമാധാനമുണ്ടാകുന്നു. എങ്കിൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന എല്ലാം അറിയുന്നവനായ, സൃഷ്ടികളുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന റഹ്മാനായ റബ്ബ് പറയാണ്, നിങ്ങൾക്കുള്ള നല്ല നല്ല ഉപദേശങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സുകളിലെ സകല പ്രതിസന്ധികൾക്കുമുള്ള ശിഫ അതിലുണ്ട്, ശമനമുണ്ട്. അതേപോലെ തന്നെ വഹുദൻ, നിങ്ങൾക്കുള്ള മാർഗദർശനമുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അതിൽ കാരുണ്യവുമുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഫദ്ലാണ് ഖുർആൻ, അല്ലാഹുവിന്റെ റഹ്മത്താണ് ഖുർആൻ. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമാണ് പ്രവാചകൻ. അതുകൊണ്ട് സ്വയം സന്മാർഗത്തിലെത്താൻ, കാരുണ്യം ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഹൃദയത്തിലെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ, വീടിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ പ്രശ്നം, ഭർത്താവിന്റെ പ്രശ്നം, നാടിന്റെ പ്രശ്നം, അതിലേക്കെല്ലാമുള്ള പരിഹാരം ഖുർആനിലാണ്, സുന്നത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനമായി നമ്മൾ കാണുകയും സത്യത്തിന്റെ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം.